സോ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡൂൺ ഡസിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡൗട്ട് കമൻറ്റ് ബോക്സിൽ വന്നായിരുന്നു. കമൻറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നു. അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ക്ലിയറൻസ് പറയാം. ഡൗട്ട് ഇങ്ങനെ, ഷീ ഡസ് നോട്ട് ഹാവ് ആണോ ഷീ ഡസ് നോട്ട് ഹാസ് ആണോ, അതിനെക്കുറിച്ച് ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ടിപ്പിലോട്ടാണ് പോകുന്നത്. എങ്ങനെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത്, അതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇച്ചിരി ക്ലിയർ ആകത്തുള്ളൂ. സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനിലായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, ഷീ ഡസ് നോട്ട് ഹാവ് ആണോ ഷീ ഡസ് നോട്ട് ഹാസ് ആണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യം ഹാസ് ഹാവിൻ്റെ വേർബ് ഫോംസ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേർബ് ഫോംസ് വരുന്നുണ്ട്. അതിൻ്റെ ആ വേർബിൻ്റെ 5 ഫോംസ്, ആ 5 ഫോംസ് നിങ്ങൾക്ക് മനസ്സിലാവും. V1 ഹാവ് ആണ്, V1s ഹാസ്, V2 ഹാഡ്, V3 ഹാഡ്, അതുപോലെ ING എന്ത് വരും, ഹാവിങ് ആണ്. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ക്ലിയർ ആവും പെട്ടെന്ന്. ഓക്കെ, ഷീ ഡസ് നോട്ട് ഹാവ് ആണ് ഷീ ഡസ് നോട്ട് ഹാസ് ആണ് എങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, അപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, അവൾക്കൊരു ബുക്ക് ഉണ്ട് എന്ന കാറ്റഗറിയാണ് ഷീ ഹാസ് എ ബുക്കാണ്. സംശയമുണ്ടോ? ഇല്ല. ഇനി അവൾക്ക് ബുക്ക് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ആ ഹാവിനെ ഷീ ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ് എ ബുക്ക് എന്നാണ് പറഞ്ഞത്. ആ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം എൻ്റെ ഡു ഡസ് ക്ലാസ് കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം. ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത ക്ലാസ് കാണണം. അങ്ങനെയാണെങ്കിൽ ആ കുറച്ചുകൂടെ ക്ലിയർ ആവും, ഈ ക്ലാസ് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഷീ ഡസ് നോട്ട് ശേഷം എന്ത് വരും, അതിന് പറയണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഹാസിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഓർക്കണം, ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹാസിനെ അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഡസും ഹാവുമായിട്ട് മാറ്റുക. ഇത്രയും ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. ഇപ്പോൾ ടിപ്പ് നിങ്ങൾ ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ ഷീ ഹാസ് എ ബുക്ക് എന്നാണെങ്കിൽ, അവൾക്ക് ബുക്കില്ല എന്നാണെങ്കിൽ ഷീ ഡസ് നോട്ട് ഹാസ് ആണ് ഹാവ് ആണോ? കാരണം ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ വരും? ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഓർത്തോണം അതേപോലെ തന്നെ. സോ ഷീ ഡസ് നോട്ട് ഹാവ് ആണ്. ഓർക്കണം, ഷീ ഡസ് നോട്ട് ഹാവ് എ ബുക്ക്. അവൾക്ക് ബുക്കില്ല. ഇനി അവൾ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഡസ് ഷീ ഹാസ് ആണോ ഹാവ് ആണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നിങ്ങൾ ഓർക്കണമെങ്കിൽ നമ്മൾ ആ ഹാസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. അതേ കാറ്റഗറി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡസ് ഷീ ഹാസ് ഒരു ഹാവ് വരുമോ? കാരണം ഹാസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സെയിം ഐഡിയ തന്നെയാണ്. ഡസ് ഷീ ഹാവ് ആണ്, ഹാവ് എ ബുക്ക്. വീട്ടിൽ നിന്ന് വിചാരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇനി ഹീ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹീ ഹാസ് എ ബുക്ക്. സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഹാസിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഹീ ഡസ് നോട്ട്. ഹാസ് ഒരു ഹാവ് വരുമോ? ഒരിക്കലും ഹാസ് വരില്ല. ശ്രദ്ധിക്കണം. മിക്കവരും റൈറ്റ് ചെയ്യുമ്പോൾ അതിന് എഴുതുന്നുണ്ട്. IELTS ആണെങ്കിലും OET ആണെങ്കിലും ഒക്കെ ഷീ ഡസ് നോട്ട് ഹാസ് വരില്ല ഒരിക്കലും. എന്തുമാത്രമേ വരുള്ളൂ? ഷീ ഡസ് നോട്ട് ഹാവ് എ വരത്തുള്ളൂ. സോ ഷീ ഡസ് നോട്ട് ഹാവ് എ, ഹീ ഡസ് നോട്ട് ഹാവ് എ ബുക്ക്. ഇനി ക്വസ്റ്റ്യൻ വരുവാണ്, ഡസ് ഹീ ഹാവ് എ ബുക്ക് ഉണ്ടോ എന്ന കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഡൂൺ ഡസ്സും ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡസ് ഷീ ഹാവ് ആണോ ഡസ് ഷീ ഹാസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് പാസ്റ്റിലെ ഹാഡിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം ഹാസിനെ സ്പ്ലിറ്റിംഗ് പഠിച്ചു, ഹാവിൻ്റെ സ്പ്ലിറ്റിംഗ് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഹാഡിൻ്റെ സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഹാഡിൻ്റെ സ്പ്ലിറ്റിങ്ങിൽ ഓർക്കണം. അപ്പോൾ അവൾക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് പാസ്റ്റാണ് നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സോ ഷീ ഹാഡ് എ ബുക്ക് എന്ന് പറയും. അതേപോലെ ഈ ഹാഡിനെ മുമ്പേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഹാഡിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഡിഡ് പ്ലസ് ഹാവ് ആയിരിക്കും ഹാഡ്. ഓർക്കണം, മറക്കല്ല്. ഇത് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് സ്പ്ലിറ്റിംഗ് ക്ലിയർ ആവുള്ളൂ. ഡിഡ് പ്ലസ് ഹാവ് ആണ് എന്ത്, ഹാഡ്. അങ്ങനെയാണ് ശ്രദ്ധിച്ചു. ഷീ, അപ്പോൾ അവൾക്ക് ബുക്ക് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ബുക്ക്. അവൾക്ക് ബുക്ക് ഇല്ലായിരുന്നു എന്നാണെങ്കിൽ ഈ ഹാഡിനെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക, നോട്ട് ആഡ് ചെയ്യുക. വളരെ സിമ്പിൾ. സോ എങ്ങനെ വരും? ഷീ ഡിഡ് നോട്ട് ഹാവ് എ ബുക്ക്. ഇനി അവൾക്ക് ബുക്ക് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഡിഡ് ആദ്യം കൊണ്ടുവരിക. ഡിഡ് ഷീ, ശ്രദ്ധിക്കണം, ഹാവ് ആണ്. ഡിഡ് ഷീ ഹാവ് എ ബുക്ക്. ഓർത്തോണം. കാരണം ഹാഡിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഹാസ് ആണെങ്കിൽ, പ്രസൻറ്റ് ഹാസ് ആണെങ്കിൽ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ വരും? ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അതുപോലെ ഹാവിനെ സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർത്തോണം, അതിൻ്റെ എക്സാമ്പിൾ ക്ലിയർ ആക്കാം. അതുപോലെ ഹാവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. അതൊന്ന് ഓർത്ത് ബോക്സിലാക്കി വെക്കണം. ഇത് മൂന്നൊന്ന് ക്ലിയർ ആക്കി വെച്ചാൽ മതി. അതായത് ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്, ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്, ഡിഡ് പ്ലസ് ഹാവ് ആണ് എന്ത്, ഹാഡ്. ഇത് മൂന്നൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നെന്ന് കാണാൻ നിങ്ങൾ ഹാഡ് ഉപയോഗിക്കണം. എന്നിട്ട് ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ? ഡിഡ് പ്ലസ് ഹാവ് ആയിട്ട്. ഉണ്ട് എന്ന കാറ്റഗറി ആണെങ്കിൽ ഐ ഹാവ് എ ബുക്ക്. ഇനി ഇല്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്.
നിനക്ക് ബുക്കുണ്ടോ? ഡു യു ഹാവ് എ ബുക്ക്? ഇപ്പോൾ ഡു വരുമ്പോഴും ഹാവ്, ഡസ് വരുമ്പോഴും ഹാവ്, ഡിഡ് വരുമ്പോഴും ഹാവ്. അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ ടിപ്പ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ പ്രസൻറ്റും ക്ലിയറായി, പാസ്റ്റും ക്ലിയറായി, അതുപോലെ തന്നെ ഡു, ഡസ്, ഡിഡും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.